ഹായ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ കോണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബിനകത്ത് വീഡിയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. അതിനകത്തൊരു 5 പോയിന്റാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ എനിക്ക് അതിനുള്ള സാഹചര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിനകത്ത് ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ 100, 100 സംതിങ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോൾ എനിക്കൊരാഗ്രഹം. കുറച്ച് ക്വാളിറ്റിയിലൊരു ഒരു പ്രോഗ്രാം, സ്ക്രിപ്റ്റൊക്കെ എഴുതി അടിപൊളിയായിട്ട് ചെയ്യാം എന്ന് കരുതി എനിക്കിഷ്ടമുള്ള ടോപ്പിക്കാണ്. ഒരു സോളിറ്റ്യൂഡ് ഈസ് ബ്ലിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഏകാന്തതയുടെ ഒരു സൗന്ദര്യത്തെക്കുറിച്ചൊക്കെയാണ്. എനിക്കറിയാം, അല്ലാതെ തന്നെ സംസാരിക്കാനും അറിയാം. പക്ഷേ കുറച്ചുകൂടി ഒരു സ്റ്റൈലിന് വേണ്ടി നമ്മൾ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതി ഉണ്ടാക്കി. ഓക്കെ, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ഞങ്ങൾ AI ഇമേജൊക്കെ മിക്സ് ചെയ്ത് ഞാൻ ചെയ്യുന്നു. അത് അപ്ലോഡ് ചെയ്തു. 4 മിനിറ്റ് അങ്ങനെയുള്ള ചെറിയ വീഡിയോ. ആൾക്കാർ കാണുന്നൊക്കെ ഉണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വീഡിയോയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്ന് വെച്ചാൽ അതിലൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു നാച്ചുറൽ ടോണും എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അതിലൂടെ പറയാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ ആലോചിക്കും, പക്ഷേ ആ പോയിന്റ് മിസ്സായി പോയല്ലോ. അതൊരു പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഓർഗാനിക് സ്വഭാവം നഷ്ടപ്പെട്ടു. വളരെ നാച്ചുറലി പറയേണ്ട പല കാര്യങ്ങളും ഞാൻ ഒരു ഡ്രാമ പോലെ പറയാൻ ശ്രമിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പഞ്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത ഡയലോഗുകൾ കുത്തിക്കയറ്റാൻ ശ്രമിച്ചെന്നൊക്കെ. നമ്മുടെ കുഴപ്പം അതാണ്. ഞാൻ എൻ്റെ പാഠം പണ്ടേ പഠിച്ച ഈ ചാനൽ തുടങ്ങിയപ്പോഴേ ഞാൻ തീരുമാനിച്ചാണ് ഇതിനകത്ത് നമ്മൾ അങ്ങനത്തെ ഇത് വളരെ പേഴ്സണൽ കാര്യങ്ങൾ പറയാനും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് പോവുക, നമ്മളത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോകുന്ന രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതൊരു പാഠമായിരുന്നു. നമ്മളൊരു പെർഫെക്ഷനൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇന്ന് ഏറ്റവും വലിയ സംഭവം കൊടുത്ത ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്നൊരു തെറ്റായ ധാരണയാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം. അതിൽ 5 പോയിന്റാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ഒന്ന് സ്ട്രെസ്സാണ്. അതായത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിട്ട് എൻ്റെ അത്യാവശ്യം ആളിങ്ങനെ കയറി കണ്ട് ഒരു വീഡിയോക്ക് 10, 500, 500 പേരൊക്കെ കണ്ടുള്ളൂ. എങ്കിൽ പോലും അത് പെട്ടെന്നൊരു ചാനൽ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വീഡിയോ 1000 പേര് കണ്ടു. അപ്പോൾ എനിക്കൊരാഗ്രഹം, എന്നാൽ ഇത് ഈ പറഞ്ഞ പോലെ ഇത് കൂട്ടാം. അപ്പോൾ ഇത് തലയിൽ കയറിയപ്പോൾ മുതൽ നമുക്ക് സ്ട്രെസ്സാണ്. ഏത് കണ്ടന്റ് എടുക്കും, ഇത് എപ്പം എഴുതും, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുന്നേ പോകണമെങ്കിൽ എന്ത് ഷൂട്ട്, ഇങ്ങനത്തെ ചിന്തകൾ. അപ്പോൾ നമ്മൾ ചെയ്ത് ഇത് പ്രസൻറ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് നോക്കിയല്ലോ പറയുന്നത്, കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെസ്സാണ്. ഇത് അൾട്ടിമേറ്റ്ലി സ്ട്രെസ്സും തരുന്നു. നമ്മൾ ഉദ്ദേശിച്ച കാര്യം പറയാനും പറ്റിയില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, മൊത്തം ഒരു ഹറിബറി. ഇതിപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ പോലും ചെയ്ത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇപ്പം ഞാൻ എന്തിനാണ് ഈ ചാനൽ തുടങ്ങിയത് എന്നോട് തന്നെ ഞാൻ ചോദിച്ചു. അത് വലിയ ഘടകമാണ്. ഇത് സ്ട്രെസ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് ഇങ്ങനെ നാച്ചുറലി ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു സുഹൃത്തിനോട് പറയുന്ന പോലോ, എനിക്കറിയാവുന്ന ആളോട് പറയുന്ന പോലെയാണ് ചെയ്യുന്നത്. അതാണ് മെയിൻ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വെച്ചാൽ നമുക്ക് ഒരു ജെന്യുവൻ ഓഡിയൻസിനെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഈ നാച്ചുറലി ഇരിക്കുന്നത്, ഇപ്പോൾ എന്നെ ഈ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മളിങ്ങനെ സംസാരിക്കുമ്പം എന്നെ പോലെയുള്ള ആളുകൾ നമുക്ക് ലോകത്ത് കാണുമല്ലോ. ലൈക്ക് മൈൻഡഡ് പീപ്പിൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലത്തെ ആളുകൾക്ക് ഇത് കണക്റ്റ് ആവും. അവർക്ക് ഇത് ഓക്കെ, ഇങ്ങനെ ഇദ്ദേഹത്തിനെ പോലൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസമാണ് ഞാൻ കഴിഞ്ഞത്, അയാൾ പോയ യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു കണക്ടിവിറ്റി ചെയ്ത് നമ്മുടേതായ ഒരു ഓഡിയൻസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഇത് ഇഷ്ടപ്പെടുകയും അവർക്കൊരു ലോയൽ, നമുക്ക് എൻഗേജ്മെൻ്റ് ഉള്ള ഓഡിയൻസ് അവർ കാണും. ബാക്കിയുള്ളവർ ചിലപ്പോൾ ജസ്റ്റ് കണ്ട് ക്ലിക്ക് ചെയ്തിട്ട് പോകുമായിരിക്കും. അങ്ങനെ ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ ഒരു ഡ്രാമ കളിക്കാതെ നാച്ചുറലി ഇരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സ്ക്രിപ്റ്റ് എഴുതിയ വീഡിയോ മോശമാണെന്നൊന്നുമല്ല കേട്ടോ. കൃത്യമായിട്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതി ചെയ്യുന്നവർക്കത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യുന്നവർക്കൊക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്യാം കേട്ടോ, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു സ്ട്രെസ്സിനെക്കുറിച്ചും നമ്മളൊരു ജോലി പോലെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. കാരണം ഈ ചാനൽ അങ്ങനത്തെ ഒരു പർപ്പസ് തുടങ്ങിയതല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വളരെ ഒരു സ്റ്റുഡിയോ പോലൊക്കെ ചെയ്ത് കുറച്ചുകൂടെ സെറ്റാക്കി ചെയ്യാമായിരുന്നല്ലോ. പക്ഷേ അതങ്ങനെയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനകത്ത് പറഞ്ഞു വന്ന ടോപ്പിക്ക് മാറിപ്പോവില്ല. ഈ പറഞ്ഞ പോലെ ജെന്യുവൻ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് തന്നെ, നമുക്കൊരു ഫോട്ടോ കോപ്പി ആയിട്ടിരിക്കുന്നതിനേക്കാളും നല്ല ഒറിജിനലായിരിക്കുന്നതിൻ്റെ ഭംഗി വളരെ നല്ലതാണ്. കാരണം ഞാൻ ഒരു സ്ട്രേഞ്ചറായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്നത്. ഞാൻ വേറെ ആളെ കോപ്പി ചെയ്യും, ഞാൻ വേറെ ആളെ മിമിക്രി ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഒക്കെ നഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. അതിനാണ് നമ്മൾ ഈ സ്പേസിൽ വന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനകത്ത് ഇമിറ്റേഷൻ, നമുക്ക് ഇൻസ്പയർ ആവാം, ഒരാളുടെ എന്തെങ്കിലും കണ്ടന്റ് ഇൻസ്പയർ ആവാം. ഇതല്ലാതെ ഒരാളെ കോപ്പി ചെയ്ത് അവർ ചെയ്ത കണ്ടന്റ് ഇതാണ് ഞാൻ ഇന്ന് പക്ഷേ ഇന്ന് സ്പേസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ തീരുമാനം. അപ്പോൾ തൊട്ടപ്പുറേ വേറൊരു കുക്കറി ഷോയുടെ വീഡിയോ കണ്ട് അതിനൊരു 1 മില്യൺ കണ്ട്, എന്നാൽ ഇന്ന് കുക്കറി ആയേക്കാം എന്ന് കരുതി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് നമ്മൾ മറ്റൊരാളുടെ പുറകെ പോകുമ്പോൾ ഈ നാച്ചുറൽ ഒരു ഫ്ലോയും ഈ നാച്ചുറൽ കണ്ടന്റിലൊക്കെ നഷ്ടപ്പെടും. ഞാൻ ഉദ്ദേശിച്ച ഓർഗാനിക് കണ്ടന്റ് നഷ്ടപ്പെടും. ഞാൻ പറയാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പിക്ചറൊക്കെ പൊറ്റയടിക്ക് മാറ്റിയിട്ട് മറ്റുള്ള കാര്യം ഫില്ല് ചെയ്ത് ഇത് പറയുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും നഷ്ടപ്പെടും. നമ്മളൊരു കടയിൽ പോയിട്ട് ആഹാരം ഓർഡർ ചെയ്യുന്നു, നമ്മുടെ മനസ്സിൽ മൊത്തം മസാല ദോശ, അവിടെ ചെന്ന് കഴിഞ്ഞ് ചേട്ടാ മസാല ദോശ ഇല്ല, ചപ്പാത്തികളെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണല്ലോ. നമ്മുടെ മനസ്സ് ആ ബിൽഡ് ചെയ്ത് മൊത്തം അങ്ങ് ഇല്ലാണ്ടാകുകയാണ് ചെയ്യുന്നത്, ആ ഒരു എക്സ്പെക്റ്റേഷൻ മൊത്തം. അതുകൊണ്ട് ഒരിക്കലും കോപ്പി ചെയ്യുക, ഡോണ്ട് ബി എ ഫോട്ടോ കോപ്പി. അതായത് ഇനി മുതൽ പറയാം, മൈ നെയിം ഈസ് അനൂപ്, ഐ ആം നോട്ട് എ ഫോട്ടോ കോപ്പി.
നമ്മുടെ ഷാരൂഖ് ഖാൻ പറഞ്ഞ ഡയലോഗ്, അതും കോപ്പിയാന്ന് പറയില്ല കേട്ടോ, ഞാൻ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ്. അതായത് ഇതിൻ്റെ ഒരു പ്രശ്നം അതാണ്, നമ്മൾ കോപ്പി ചെയ്യാന്ന്. പിന്നെ മൂന്നാമത്തെ കാര്യം, രണ്ടാം മൂന്നാ പറഞ്ഞ, എണ്ണം തെറ്റിപ്പോയി കേട്ടോ. എന്നാലും അടുത്ത കാര്യം പറയാം. അടുത്തെന്ന് വെച്ചാൽ ഈ ജെന്യുവൻ ഓഡിയൻസ് ഉണ്ടാക്കുന്ന പോലെ മറ്റൊരു കാര്യം വെച്ചാൽ നമുക്ക് ഇത് ഈ ഓർഗാനിക്കായി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഭയങ്കര രസമാണ്. നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, വളരെ ഫ്ലോയിൽ വരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇത് ജെന്യുവൻ ഫ്ലോയാണ്, ജെന്യുവൻ കോണ്ടന്റ് ആണ്. നമുക്ക് ഈ ഐഡിയ മാത്രമേ മനസ്സിലുള്ളൂ, പക്ഷേ എന്താ പറയുക, നമുക്കിത് കൃത്യമായിട്ട് ആ ഫ്ലോയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു സുഹൃത്ത് ഇപ്പോൾ ഇരുന്നാലും ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്, അപ്പോൾ അയാൾക്ക് കേൾക്കാൻ പറ്റുന്നോ, നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട്, ഈ നാച്ചുറൽ ഫ്ലോ ഓഫ് കോണ്ടന്റ് കിട്ടും. അത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്, ഭയങ്കര സ്ട്രെസ് ഇല്ല, ഒരു ഫുൾഫില്ലിങ് പ്രോസസ്സാണ്. ഇത് കഴിഞ്ഞ് വീഡിയോ കഴിയുമ്പോഴും എനിക്ക് ആ വീഡിയോ ഇത് ഞാൻ തന്നെയല്ലേ, മറ്റേത് വേറൊരാളായിട്ടാണ് സൗണ്ടൊക്കെ മാറി നമ്മൾ ബാസൊക്കെ ഇട്ട് ദാറ്റ് നമുക്കതൊക്കെ ഉണ്ടാകും, പല മോഡ് സംസാരിക്കും, പല രീതിയിലൊക്കെ സൗണ്ടൊക്കെ മാറിയെന്നിരിക്കും. പക്ഷേ എങ്കിലുമേ നമ്മൾ ചിലർക്ക് പറ്റും, എനിക്ക് ഈ ചാനൽ അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പുതിയ ക്രിയേറ്റേഴ്സായ ആളുകൾ അതിൽ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം. അതിനകത്ത് കൂടുതൽ കണ്ടന്റ് ചെയ്യരുതെന്നോ മറ്റേത് തെറ്റാണെന്നോ ഒന്നുമല്ല കേട്ടോ. ഫോർ ഈസി പ്രോസസ്സിങ്, നിങ്ങൾക്കൊരു തുടക്കക്കാരൻ എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പടിപടിയായിട്ട് പഠിച്ച് കയറി വന്നതിലൊക്കെ ഇത് ഇങ്ങനത്തെ നാച്ചുറൽ കോണ്ടന്റുകൾ ചെയ്തു തുടങ്ങുക സാധാരണക്കാരിലേക്ക് കൂടുതൽ കണക്റ്റ് ആവും എന്നാണ് ഉദ്ദേശിച്ച് വന്നത്. ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്. 5 പോയിന്റ് വന്നിട്ട് ഞാൻ 3-4 പറഞ്ഞുള്ളൂ എന്ന് തോന്നുന്നു. ശരിക്കും ഇതാ പറയാൻ വന്നത്. അപ്പം ഈ ഒരു 3-4 പോയിന്റുകൾ മനസ്സിൽ വെക്കുക. സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും നമ്മൾ നാച്ചുറലായിട്ട് ഇരുന്നാൽ, ജെന്യുവൻ ഓഡിയൻസിനെ കിട്ടും, നമുക്ക് നാച്ചുറൽ ഫ്ലോ ഓഫ് കോണ്ടന്റ് കിട്ടും, പിന്നെ നമുക്ക് ഒരു സാറ്റിസ്ഫൈങ് ഫുൾഫില്ലിങ് പ്രോസസ്സ് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാച്ചുറലായിരിക്കുന്നത്. ഈവൻ ലൈഫിൽ പോലും നമുക്ക് നമ്മളായിട്ടിരുന്നാലേ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ പല ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇവൻ ആദ്യം പരിചയപ്പെട്ടവരല്ല, ഇപ്പോൾ എൻ്റെ സ്വഭാവം മാറിയല്ലോ എന്ന് പറയാൻ കാരണം ആ സമയത്ത് ഒരു പക്ഷേ അവരായിട്ടിരുന്നില്ല, അല്ലെങ്കിൽ നമ്മളായിട്ടിരുന്നില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പം ബി യുവർ സെൽഫ്, ബി ഒറിജിനൽ, ഡോണ്ട് ബി എ കോപ്പി എന്ന് ഞാനും തീരുമാനിച്ചു. ഈ ചാനലിനകത്ത് ഇനി മുതൽ ഇങ്ങനത്തെ നാച്ചുറൽ കോണ്ടന്റുകളാണ് ചെയ്യാൻ കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. മറ്റേ ചെയ്യില്ല എന്നല്ല, പക്ഷേ അതിലേക്ക് ഫോക്കസും ചെയ്ത് സ്ട്രെസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം വല്ലപ്പോഴും നോക്കാമെന്നല്ലാതെ അത് അങ്ങനത്തെ ഇൻഫോർമേറ്റീവായ എന്തെങ്കിലും ഉണ്ട്, അല്ലാതെ ഇതൊരു പരിപാടിയായിട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയാനുള്ളത്. എല്ലാവരും ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മുന്നോട്ട് പോവാം. താങ്ക് യു.